ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തലപ്പാറയാണ്. തലപ്പാറ അടിപൊളിയായിട്ടുണ്ട് കാണാൻ. നമുക്ക് വലിയൊരു മാറ്റം തന്നെയാണ് തലപ്പാറയിൽ വന്നിട്ടുള്ളത്. തലപ്പാറ ജംഗ്ഷൻ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഇവിടെ നല്ല മനോഹരമാക്കി പുല്ലൊക്കെ പതിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ NH66 വർക്കുകൾ പല ഭാഗത്തും ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് തലപ്പാറ ടൗൺ തന്നെ മാറിയിട്ടുണ്ട്. കാണാൻ നമുക്ക് ഇവിടെ ഒരു വലിയൊരു റൗണ്ട് അബൌട്ട് പോലെ മാറ്റി ജംഗ്ഷൻ ആകെ മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് മലപ്പുറം ജില്ലയിൽ വരുന്ന ഏറ്റവും വലിയൊരു ജംഗ്ഷൻ തോന്നുന്നത്. ബാക്കിയുള്ള ഭാഗത്തൊന്നും ഇത്രയും വലിയൊരു ജംഗ്ഷൻ ഇല്ല. നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ബാക്കിയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പോയി നോക്കാം. തലപ്പാറ മുകളിൽ ഹൈവേൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. കട്ട വെച്ചുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ക്രാഷ് ബാരിയറൊക്കെ അവിടെ വെക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. അങ്ങോട്ടൊക്കെ പോയി നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടിപൊളിയായിട്ടുണ്ട് കാണാം നമുക്ക്. ഇനി ഇവിടെ ഒരു ലൈറ്റിൻ്റെ കാലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ വന്ന് ലൈറ്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു വേറെ ലെവലാവും. അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് അവിടെയുള്ള എന്തൊക്കെയാണ് വർക്കുകൾ ഒന്ന് നോക്കാം. നമ്മുടെ സർവീസ് റോഡ്. അപ്പോൾ സർവീസ് റോഡിൻ്റെ ഉള്ളിൽ കൂടെ അണ്ടർപാസിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അപ്പുറത്തേക്ക് പോവുകയാണ്. ഇതിൻ്റെ അപ്പുറത്തെ കൂടെയാണ് ഇതിൻ്റെ മുകൾക്ക് ഇനി കയറാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കട്ടെ. ഇതാണ് വലിയൊരു അണ്ടർപാസാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് സർവീസ് റോഡിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വലിയൊരു മാറ്റം തന്നെയാണ് തലപ്പാറയിൽ വന്നിട്ടുള്ളത്. തലപ്പാറ ഭാഗത്ത് ഈ അണ്ടർപാസിൻ്റെ അടുത്ത് വരുന്ന ഭാഗത്തൊക്കെ മണ്ണ് നിറച്ച് കഴിഞ്ഞു എന്ന് പറയാം. ഇനി മുന്നോട്ടുള്ള ഭാഗത്താണ് മണ്ണ് നിറക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ പോയി നോക്കാം അവിടെയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണുക. ഇപ്പം നമ്മൾ ഹൈവേൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. ഹൈവേൻ്റെ മുകളിൽ മണ്ണ് നിറക്കുന്ന ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് ഭാഗത്ത് വരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഫില്ല് ചെയ്യുന്ന ഒരു വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ച് കാണാം നമുക്ക്. ഇതാണ് ഇവിടെയൊക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ആയിട്ടുണ്ട്. കോൺക്രീറ്റ് വാൾ കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടെ ക്രഷ് ബാരിയർ കൊണ്ടുവന്ന് വെക്കുകയാണ്. അത് ബാക്ക് ഭാഗത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അതിൻ്റെ മുന്നേ ഈ ഭാഗത്ത് എന്താണ് നോക്കാം. ഈ അണ്ടർപാസിൻ്റെ അടുത്ത് ഭാഗത്ത് ജോയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കോൺക്രീറ്റ് നടന്നിട്ടുണ്ട് കാണാം. ഇത് പുതിയതായിട്ട് ഇപ്പോൾ നടക്കുന്നതാണ്. ഇവിടെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട്. ജോയിൻറ്റിങ് വളരെ വേഗത്തിലാണ് ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ക്യാമറ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ അണ്ടർപാസ് വരുന്ന ഈ ഭാഗത്ത് ഇവിടെ ഒരു ചെറിയൊരു വളവും കൂടെയാണ്. ഈ അണ്ടർപാസ് കുറച്ച് ചെരിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എതിർ സൈഡ് ഭാഗത്തും ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കിൻ്റെ ഭാഗമായിട്ട് മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതാ കാണാം നമുക്ക്. ഇവിടെ മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഭാഗം. താഴെ ഭാഗം നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് അങ്ങോട്ട് പോയി നോക്കാം. ആ ഭാഗത്ത് ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. പുതുതായിട്ട് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് നമുക്ക് പോയി നോക്കാം. അങ്ങോട്ടൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ബാക്ക് ഭാഗത്തേക്ക് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഭാഗത്തെ വർക്കും കൂടെ ഇനി കംപ്ലീറ്റ് ആവാനുള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് വളരെ ദൂരത്തിൽ ഹൈവേ കൂടെ സഞ്ചരിക്കാൻ പറ്റും. നമ്മൾ അവിടുന്ന് കൊണ്ട് കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് ക്രാഷ് ബാരിയറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്.
അത്രയും ഫാസ്റ്റിലായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് ഫുള്ള് ലെവൽ ചെയ്തു എന്ന് പറയാം. അത്രത്തോളം മണ്ണ് ഫില്ലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കോൺക്രീറ്റ് ചെയ്ത ആ ലെവലിലേക്ക് സിമെൻറ്റ് മിക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്യലാണ്. അതുവരെയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു സൈഡിൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കുറച്ചൊരു ചെരിവുള്ളൊരു രീതിയിലാണ് റോഡ് വരുന്നത്. അടുത്ത് തന്നെ നമ്മളെ തൊട്ടടുത്ത് തന്നെ വേറൊരു പാലമുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നത് കാണാം. ഇതാണ് ഇവിടെയൊക്കെ കോൺക്രീറ്റ് വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ വേഗത്തിലാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തും NH66 വർക്കുകൾ നടക്കുന്നത്. കോഴിക്കോട് ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞ ഭാഗത്തൂടെ വാഹനം ഓടിച്ച് പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ പല ചാനലിലും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത കാഴ്ചകൾ അങ്ങോട്ടൊക്കെ ഉള്ള യാത്രകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക, ലൈക്ക് കമൻ്റൊക്കെ തരിക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. ഇപ്പം നമ്മൾ ഈ പാലത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഏറെക്കുറെ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് കുറഞ്ഞ മണ്ണ് ഫില്ല് ചെയ്യാനുള്ളത് മണ്ണാണോ അതോ സിമെൻറ്റ് മിക്സ് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള വരുന്നുള്ള അതൊന്നും അറിയില്ല. അപ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ സൈഡിലും ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇവിടെ ഒരു 2-3 ഫില്ലറൊക്കെ കാണാം നമുക്ക്. സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നൊരു ഭാഗം കൂടെയാണിത്. പഴയ പാലം നമുക്ക് കാണാം അപ്പുറത്ത്. ഇവിടെ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ വർക്ക് ഇങ്ങനെ നടക്കുന്നത് കാണുന്നുണ്ട്. നല്ല വെയിലാട്ടോ. അപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ മണ്ണൊക്കെ ഫില്ല് ചെയ്ത ഭാഗത്തൊക്കെ ടാറിങ് ഒക്കെ കഴിഞ്ഞ് കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് ഇവിടെ മണ്ണ് നിറക്കുന്നൊരു കാഴ്ചയിന്. ഇപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റായി മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ് ലെവൽ ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗത്ത് വാളൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ ക്രാഷ് ബാരിയറും വാളും കൂടി ഒരുമിച്ചാണ് കെട്ടിയിട്ടുള്ളത്. കാണാം നമുക്ക്. ഇതിൻ്റെ സൈഡിൽ സർവീസ് റോഡ് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് നേരത്തെ നമ്മൾ അവിടെ കണ്ട ആ ഫില്ലറ്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ ഒരു ഇറ്റാച്ചിയൊക്കെ കാണുന്നുണ്ട്. ഇതാണ് സർവീസ് റോഡ് വരുന്നത് ഈ ഭാഗം. ഇവിടെയൊക്കെ മണ്ണ് ഫില്ലാക്കിക്കൊണ്ട് കഴിഞ്ഞു എന്ന് വേണം പറയാം. കുറഞ്ഞ മണ്ണും കൂടെ ഉള്ളൂ. അതൊക്കെ അതിൻ്റെ വർക്കൊക്കെ ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ തോട്ടിൽ ഇപ്പോൾ നടക്കുന്നൊരു കാഴ്ച. ഇവിടെ കോൺക്രീറ്റിൻ്റെ ഫില്ലർ ക്യാപ്പ് പൊട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത് കാണുന്നത്. ഇവിടെ ഒരു ഇറ്റാച്ചി വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഈ ചളിയിൽ ഇറങ്ങിയിട്ടുള്ളൊരു വർക്ക്. ഇതാണ് തോട്. നമ്മുടെ പഴയ പാലത്തിൻ്റെ അടുത്താണത് വരുന്നത്. ഇനി ഇവിടെ അതൊക്കെ ഈ രണ്ടും പാലവും കൂടെ തൂണും കൂടെ തമ്മിൽ ബന്ധിപ്പിച്ച് വലിയ ബീം വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ടുള്ള കാഴ്ചകൾ അവിടെയൊക്കെ എന്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതാ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച. ഈ ഭാഗത്തൊക്കെ ഫസ്റ്റ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ലെവൽ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത്. ആ ഭാഗത്താണ് ഇനി വർക്ക് നടക്കേണ്ടത്. ബാക്കി ഇവിടെയൊക്കെ ഫസ്റ്റ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്നത് എന്താ പറഞ്ഞാൽ ഇവിടെയൊക്കെ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരികയാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെ റോഡ് റോളറൊക്കെ ഉണ്ട്. ആ മെഷീനറികളൊക്കെ കാണാം നമുക്ക്. മണ്ണ് കൊണ്ടുവന്ന് തട്ടുന്ന ലോറികളാണത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞൊരു ഭാഗം കൂടെയാണ്. ഇവിടെയും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ മണ്ണൊക്കെ ആയി കിടക്കുന്നത് നോക്കണ്ട. അപ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് ഇനി കുറച്ച് വർക്ക് നടക്കേണ്ടതുള്ളൂ. അതിന് മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് അവിടെയൊക്കെ കാണുന്നത്. ആ ഭാഗത്തൊക്കെ മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് ഭാഗം ഇവർ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് വണ്ടികൾക്കൊക്കെ ഇങ്ങോട്ട് വരാനും പോകാനൊക്കെ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. മണ്ണ് ഫില്ല് ചെയ്യാനും വേണ്ടിയിട്ട് ആ വഴിയാണ് ഇവർ
മണ്ണ് കൊണ്ടുവരുന്നത്. ഇതാ കാണാം. നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഫസ്റ്റ് കോട്ടിങ് നടന്നിട്ടുണ്ട്, ടാറിങ് ലെവൽ ചെയ്ത്. അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മുടെ കൂരിയാട് പാടം വരെ ഇപ്പം നിലവിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഹൈവേയിൽ കൂരിയാട് ഭാഗത്താണ് ഇനി വർക്ക് നടക്കേണ്ടത്. ഇവിടെ കാണാം നമുക്ക് ഇപ്പം മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മെഷീനൊക്കെ ഇവിടെ റെഡിയാണ്. ഇതാ നല്ലൊരു പൊടിമണ്ണാണ് കൊണ്ടുവന്ന് തട്ടുന്നത്. ഇതാണ് ഇവിടെ ഒരു ഭാഗത്ത് മാത്രം അവർ വിട്ടത് ഇവരെ വാഹനങ്ങളും മണ്ണൊക്കെ കൊണ്ടുവരാനുള്ളൊരു ഭാഗമായതുകൊണ്ടായിരിക്കാം, അതറിയില്ല. ഇനി ജോയിൻ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇതാണ് തലപ്പാറയിൽ നിന്നുള്ളൊരു കാഴ്ച. തലപ്പാറയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി അധികമൊന്നും സമയം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. നമുക്ക് ഫുൾ വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട്. ഇതിനി മുകൾ ഭാഗമൊക്കെ ഒന്ന് ഫിനിഷിങ് വർക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ വളരെ വേഗത്തിലാണ് വർക്കുകൾ നടക്കുന്നത്. തലപ്പാറയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇത് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് എന്താണൊക്കെ നോക്കാം. ഇതാണ് ഈ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗം. സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് ഡ്രെയിനേജിൻ്റെ ഭാഗത്തു നിന്നുള്ള മണ്ണൊക്കെ എടുത്ത് മാറ്റി ഇവിടെ ഡ്രെയിനേജ് കൊണ്ടുവന്ന് വെച്ചത്. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇവിടെ കാണാം നമുക്ക് കീറിയത് മണ്ണിന് എടുത്ത് മാറ്റിയത്. ഇവിടെ റെഡിമെയ്ഡ് ക്രാഷ് ഡ്രെയിനേജിൻ്റെ ഇതാണ് കൊണ്ടുവന്ന് വെച്ചത് കാണാം. ഇവിടെ കുറച്ച് താഴ്ന്നകരം സർവീസ് റോഡ് പോവുക. കാരണം അവിടെയാണ് നമ്മുടെ ഈ പാലം അവിടെ പണി നടക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടു. നമുക്ക് ഒന്നും കൂടെ അങ്ങോട്ട് പോവാം. സർവീസ് റോഡ് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടൊരു ചെറിയൊരു കയറ്റമായിരിക്കും വലിയറമ്പ് ഭാഗത്തേക്ക്. ഇതാണ് നമ്മളെ പഴയ റോഡിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം. ഇതിൻ്റെ മുകളിൽ കരിങ്കല്ല് കൊണ്ട് ഡ്രെയിനേജ് കെട്ടിയതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ഒരു ചെറിയ സ്ലാബ് ഇട്ടതാണ്. അതിൻ്റെ മുകളിലാണ് ടാറിങ് ഒക്കെ ചെയ്ത് കണ്ടത്. അത്ര വലിയൊരു സേഫ്റ്റിയിലുള്ള ഒരു വർക്കൊന്നുമല്ല, കണ്ടാൽ തന്നെ നമുക്കറിയാം. നമുക്ക് അവിടെ പോയി നോക്കാം. ബാക്കി അവിടെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നോക്കാം. അവിടെ ഇപ്പോൾ ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നത് കാണാം നമുക്ക്. പഴയ തോടിൻ്റെ കുറുകെയുള്ള പാലത്തിൻ്റെ മുകളിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മുടെ പുതിയ പാലത്തിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള വർക്ക് നടക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ ഒരു 5 ഫില്ലർ കൊടുത്തിട്ടുണ്ട്. ആ ഫില്ലറിൻ്റെ ക്യാപ്പ് പൊട്ടിക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ വർക്കാണ് നടക്കുന്നത്. അടിയിൽ നല്ല വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അതിന് വേണ്ടി ഇവിടെ ഒരു പമ്പ് ചെയ്യുന്നുണ്ട്. മോട്ടർ വെച്ച് ഒരു ഇറ്റാച്ചി വെച്ച് ഇവർ ആവശ്യമുള്ള വർക്കുകളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ് തോട്ടിൽ. ഇതാണ് നമ്മുടെ പുതിയ ഹൈവേൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പാലം. അതിന് സൈഡിൽ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു ചെറിയ പാലാണ് ഇനി നിർമ്മിക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കാണ് ഇനി നടക്കേണ്ടതുള്ളത്. അതിൻ്റെ പില്ലർ ക്യാപ്പ് പൊട്ടിക്കുന്നൊരു വർക്കാണ്. ഇവർക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് റിസ്ക്കിയാണ്. കാരണം അവിടെ നല്ല ചളിയാണ്. അപ്പോൾ അതിൻ്റെ
ഹെൽപ്പിന് ആവശ്യമായിട്ടാണ് ഈ ഇറ്റാച്ചി ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ തലപ്പാറയിൽ നിന്നുള്ള പുതിയ കാഴ്ചകൾ, തലപ്പാറയിലുള്ള പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളും വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.